നോർമലി നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് നമ്മൾ പാട്ടൊക്കെ കേട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ പാട്ട് കേൾക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമ്മുടെ ഫോണും നമ്മുടെ കാറിലെ സിസ്റ്റവുമായിട്ട് നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താണ് പാട്ടുകളൊക്കെ കേൾക്കുന്നത്. അപ്പം നമുക്ക് പലർക്കും തോന്നിയിട്ടുള്ള സംശയമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പലരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. അതായത് നമ്മൾ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഒഫീഷ്യൽ ഫോൺ കോൾ വരുവാണ്. ഫോൺ കോൾ വരുമ്പോൾ കാറിൽ മറ്റാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ കോൺവെർസേഷൻ നമ്മളും ആ വ്യക്തിയും തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്ക് അത് പബ്ലിക് ആവേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു മെത്തേഡുണ്ട്. അതായത് കാറിൽ ബാക്കിയുള്ളവർക്ക് പാട്ടും കേൾക്കാം, നമുക്കും അതേസമയം പാട്ട് കേൾക്കാം. പക്ഷേ അതേസമയം തന്നെ നമുക്ക് അതേ ഇപ്പോൾ നമ്മളെ വിളിക്കുന്ന ആളുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം, അതായത് കോൺവെർസേഷൻ നടത്തുകയും ചെയ്യാം. അപ്പം ഇതെങ്ങനെയാണ് നമ്മുടെ ഫോണിൽ തന്നെ ഇനേബിൾ ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം ആപ്ലിക്കബിൾ ആക്കുന്നത്? അത് നമ്മൾ വേറെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ സെറ്റിംഗ്സ് ഉപയോഗിച്ച് മാത്രം നമുക്കിതൊക്കെ ചെയ്യാവുന്നത്. ഇപ്പോൾ സെറ്റിംഗ്സ് ഉപയോഗിച്ച് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. നേരെ നമ്മൾ സൗണ്ട്സ് ആൻഡ് വൈബ്രേഷനിലോട്ട് പോവുക. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് ആപ്പ് സൗണ്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ടേൺ ഓൺ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ടേൺ ഓൺ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആപ്പ് ചോദിക്കുക. അതായത് നമ്മൾ സാധാരണ ഇപ്പം വണ്ടിയിലൊക്കെ പോകുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ്, പാട്ട് കേൾക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മളത് സെലക്ട് ചെയ്യുക. നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് സ്പോട്ടിഫൈയും അതുപോലെ യൂട്യൂബുമാണ്. അതുകൊണ്ട് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. നേരെ പഴയ പൊസിഷനിലോട്ട് വരിക. അവിടെ ഇവിടെ നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസ് കൊടുക്കുക. ഇതോടെ നമുക്ക് ആ ഓപ്ഷൻ എനേബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ.